ഫസ്റ്റ് ഞാൻ ഡെബ്യൂ ചെയ്യുന്ന സമയത്ത് ഫോമർ ഇംഗ്ലണ്ട് ആൻഡ് സ്കോട്ട്ലാൻഡ് പ്ലെയർ ഡഗി ബ്രോൺ എന്ന് പറഞ്ഞിട്ട് പുള്ളിയായിരുന്നു കോച്ച്. പിന്നെ 2021 റോബിൻ സിംഗ് കോച്ചായിട്ട് ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് റോബിൻ സിംഗ് ആയിരുന്നു കോച്ച്. പിന്നെ പുള്ളി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ക്രിക്കറ്റിന് വേണ്ടിയിട്ട്. കുറെ യങ്സ്റ്റേഴ്സിന് ഓപ്പർച്യൂണിറ്റി കൊടുത്തു. പിന്നെ UAE വേൾഡ് കപ്പ് കളിക്കുന്ന പുള്ളിയുടെ സമയത്താണ്. ഈ റോബിൻ സിംഗ് എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യക്കാരുടെ ഒരു വികാരമായിരുന്നു താരാണ്. 90കളിലൊക്കെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, ഫീൽഡിങ്, ബാറ്റിംഗ് എല്ലാ സ്ഥലത്തും പെർഫോം ചെയ്യുന്ന ഒരു താരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു താരത്തിന്, അതായത് ഗ്രൗണ്ടിലെ ഏറ്റവും കഠിനാധ്വാനിയായ പ്ലെയർ എന്നറിയപ്പെടുന്ന ഒരു താരമായിരുന്നു. അപ്പോൾ ഈ റോബിൻ സിംഗിന്റെ കീഴിലുള്ള ആ ഒരു പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? പുള്ളിയുടെ ഇമ്പാക്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം വെച്ചാൽ UAE ക്രിക്കറ്റിനെ ഇപ്പം ഒരു നോട്ടീസ് ചെയ്യപ്പെടുന്ന ലെവലിലേക്ക് എത്തിച്ചത് പുള്ളിയുടെ വർക്ക് എത്തിക്ക് തന്നെയാണ്. ഹൗ ഹി പ്ലേഡ് ക്രിക്കറ്റ്, യു വാണ്ടഡ് ടു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് standard in ours also. He was the first person to be in the ground, he will be the last person. First batsman എങ്ങനെയാണോ പുള്ളി സൈഡ് ആം അറിയുന്നത് അതേപോലെ ലാസ്റ്റ് ബാറ്റ്സ്മാൻ പുള്ളി അറിയായിരുന്നു. So such an work ethic he had. So obviously we had no other option that raise our standards. He never settled anything average. So we had to step up. Even നമ്മൾ ജയിച്ച അവസരങ്ങൾ വരെ നിങ്ങൾക്ക് we used to get criticism. Because he wanted to have that kind of standard. So again ആ സമയത്ത് എന്തെങ്കിലും രസകരമായ മെമ്മറി ഷെയർ ചെയ്യാനുണ്ടോ റോബിൻ സിംഗ് വന്നിട്ടുള്ള? നമ്മള് ഒരു രസകരമായ സംഭവം പറയുകയാണെങ്കിൽ, ഞങ്ങൾ UAE ഹിസ്റ്ററിയിൽ അഫ്ഗാനിസ്ഥാൻ ഫുൾ മെമ്പറിന് ശേഷം ആദ്യമായിട്ട് അവരെ തോപ്പിച്ചത് എന്റെ ക്യാപ്റ്റൻസിലാണ്. നമ്മളെല്ലാം ആഘോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു നമ്മൾ കഴിച്ചത്. റാഷിദ് ഖാൻ, ഗുർബാസ്, ഫസൽ ഫറൂഖി, ഓൾമോസ്റ്റ് 7-8 IPL പ്ലേയേഴ്സ് അവരൊക്കെ ഉണ്ടായിരുന്നു. ആ ടീം ഞങ്ങൾ തോപ്പിച്ചു. ഇറ്റ് വിൽ ബി എ ഹാപ്പി മൂമെന്റ്, എവരിബഡി വിൽ ചില്ലിങ്. അവിടെ എത്തിയപ്പം പുള്ളി പറയുകയാണെങ്കിൽ നമ്മള് 18th ഓവറിൽ കളി ജയിച്ചു, പറഞ്ഞു 17th ഓവറിൽ ജയിക്കായിരുന്നു. അത്രക്കും എന്താ പറയാ, ഓൾവേസ് ലുക്കിംഗ് ഫോർ ഇംപ്രൂവ്മെന്റ് ആയിരുന്നു പുള്ളി. അപ്പം സോ ദാറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഹി വാണ്ടഡ് ടു സെറ്റ് ഇൻ. ഈവൻ വേൾഡ് കപ്പ് UAE 96 കളിച്ചു, 2014 കളിച്ചു T20 വേൾഡ് കപ്പ്. UAE ജയിക്കാൻ പറ്റിയിരുന്നു ഒരു മാച്ച് പോലും. ഫസ്റ്റ് ആയിട്ട് UAE ഒരു മാച്ച് ജയിക്കുന്നത് 2022 വേൾഡ് കപ്പിലാണ്. ഇറ്റ് വാസ് മൈ ക്യാപ്റ്റൻസി. നമ്മൾ നബീമയ്ക്കെതിരെ നമ്മള് UAE 7 runs അവർ തോപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് UAE ഫസ്റ്റ് എവർ വേൾഡ് കപ്പ് മാച്ച് വിക്ടറി. സോ ഗുഡ് മെമ്മറീസ്, വണ്ടർഫുൾ മെമ്മറീസ്. അതുപോലെ അയർലൻഡിനെതിരെയുള്ള സെഞ്ചുറി എന്ന് പറയുമ്പോൾ അയർലാൻഡ് ഒരു പേൾ സ്റ്റെർലിംഗ് ഒക്കെ ഉള്ള ഒരു ടീമിനെതിരെയായിരുന്നു. അതെ, അയർലാൻഡ് എന്ന് പറഞ്ഞാല് ODI ക്രിക്കറ്റിൽ UAE ഇതുവരെ അവരെ തോപ്പിച്ചിട്ടില്ല. അതെ, ടെസ്റ്റ് കൺട്രിയാണ്. അവർ ഇംഗ്ലണ്ടിനൊക്കെ തോപ്പിച്ചിട്ടുണ്ട്. വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇംഗ്ലണ്ട് തോപ്പിച്ചിട്ടുണ്ട്. കുറെ ഇന്ത്യക്കെതിരെ കെവിൻ ഒബ്രയൻ ഒക്കെ ഉള്ള ടീമാണ്. അവര് ഡീസന്റ് സ്കോർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 270 അവർ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുവരെ UAE ODIയിൽ അവർ തോപ്പിച്ചിട്ടില്ല. സ്റ്റിൽ ഇറ്റ്സ് ദ ഓൺലി ടൈം UAE ഹാവ് ഡിഫീറ്റഡ് അയർലാൻഡ് ഇൻ ആൻ ODI. അപ്പം ചേസിംഗ് ആയിരുന്നു. വി വെയർ ലൈക്ക് 50-3. അവിടുന്ന് ഞാനും ഉസ്മാൻ എന്നൊരു പ്ലെയറും കൂടി സെഞ്ചുറി അടിച്ചു. ഇപ്പോഴും UAE ഹിസ്റ്ററിയിൽ അത് ഹയസ്റ്റ് പാർട്ട്ണർഷിപ്പ് ആണ്. ഏത് വിക്കറ്റിലും ഓൾമോസ്റ്റ് 184 റൺസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. അത് ഏത് വിക്കറ്റിലും UAE ഇപ്പോഴും റെക്കോർഡാണ്. ആ മാച്ചിൽ ക്യാപ്റ്റൻ ആയിരുന്നു? അല്ല, ആ മാച്ചിൽ ക്യാപ്റ്റൻ ആയിരുന്നില്ല. 2021 ഈ മാച്ച്. 2022 ടീമിന്റെ ക്യാപ്റ്റൻ ആയത്.